എൻ്റെ പേര് പ്രതിഭ. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2019 യൂട്യൂബ് വഴിയാണ് മാധവനെ പറ്റി ആദ്യമായിട്ട് അറിഞ്ഞു തുടങ്ങിയത്. ഇടയ്ക്ക് 1-2 തവണ ഇവിടെ വന്നു പോവുകയൊക്കെ ചെയ്തു. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. 26/11/2021 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് മോൾക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തത്. മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ട് മക്കളുണ്ടായിരുന്നില്ല. അവർ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പം ഞാൻ ഈ ഉടമ്പടി വഴി പ്രധാനമായിട്ട് ഈ കാരണം വെച്ച് തന്നെയാണ് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് 2 IUI കഴിഞ്ഞ് ഫെയിലായി. പിന്നെ അടുത്ത IVF-ലോട്ടുള്ള ചാൻസാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. ഞാൻ ആദ്യത്തെ 2 ഉടമ്പടി എടുത്തിട്ടും അതിൻ്റെ തീക്ഷ്ണതയോടുകൂടി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 3-ാമത്തെ തവണ ഞാൻ കൃത്യമായിട്ട് പത്രങ്ങൾ വിതരണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓരോ ഷീറ്റ് വിശ്വാസ പ്രമാണം എഴുതി ഓരോ പത്രത്തിനകത്ത് വെച്ച് അച്ഛൻ്റെ ധ്യാനത്തിൽ പറയുന്നത് പോലെ ഒട്ടും താമസിക്കാതെ തന്നെ 2 ദിവസം കൊണ്ട് എല്ലാ വീടുകൾ തോറും നടന്ന് വേണ്ടെന്ന് പറയുന്നവർക്ക് കൊടുക്കത്തില്ല, അല്ലാതെ തന്നെ എല്ലാവർക്കും കൊടുത്ത് കൃത്യസമയത്ത് പ്രാർത്ഥിക്കുകയും കാരുണ്യ പ്രവൃത്തികൾ ജനറാശുപത്രി നെയ്യാറ്റിൻകര അവിടെ പോയി രോഗികളെ കണ്ട് അവർക്കുള്ള സഹായങ്ങളൊക്കെയും ചെയ്ത് ഞാൻ ഇവിടെ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഒട്ടും വിചാരിക്കാത്ത സമയത്താണ് മോൾക്ക് പ്രഗ്നൻസി ആയത്. പിന്നെ അതിന് ശേഷവും കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. 5-ാം മാസത്തിൽ സെർവിക്സിൽ ലെങ്ത് കുറവെന്ന് പറഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫുള്ളും ബെഡ് റെസ്റ്റ് ആയിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് 8-ാം മാസത്തിലെ സ്കാനിങ്ങിനായിട്ട് പോയപ്പോൾ ഓക്സിജൻ സപ്ലൈ കുഞ്ഞിന് കുറവെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പിറ്റേന്ന് രാവിലെ തന്നെ അഡ്മിറ്റ് ചെയ്ത് സിസേറിയൻ നടത്തി. പിന്നെ കുഞ്ഞിനെ NICUലായിരുന്നു വെച്ചിരുന്നത്. അന്നേരമൊക്കെ ഈ മാതാവിൻ്റെ കാശ് രൂപം രാവിലെയും വൈകിട്ട് ഞാൻ ആ NICനകത്ത് കൊണ്ട് സിസ്റ്റർമാരുടെ കയ്യിൽ കൊടുത്തിട്ട് കുഞ്ഞിൻ്റെ നെറ്റിയിൽ വെച്ച് അവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെ നെറ്റിയിൽ വെച്ചും പ്രാർത്ഥിപ്പിച്ച് അങ്ങനെ മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് നല്ല രീതിയിൽ ഈ കുഞ്ഞിനെ കിട്ടിയത്. എല്ലാത്തിനും മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ ഈ മോളുടെ ഹസ്ബൻഡ് വീട്ടിലെ ഒരേ ഒരു മോനാണ്. അദ്ദേഹത്തിനൊരു കുഞ്ഞിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ കുടുംബം തന്നെ അന്യം നിന്ന് പോകുന്ന ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്. അങ്ങനെയൊക്കെയാണ് കുഞ്ഞിനെ കിട്ടിയത്. പിന്നീട് ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് 2 ലോണിനായിട്ട് അപ്ലൈ ചെയ്തിരുന്നു. 2 ബാങ്കുകാർ അത് റിജക്ഷൻ കാണിച്ചു. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ 3-ാമതൊരു ബാങ്കിൽ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്ത് ലോണ് പാസ്സാക്കി കിട്ടി. അന്നേരം അത് വലിയ ആശ്വാസമായിരുന്നു. പിന്നെ KSF-ൽ ഞങ്ങൾക്ക് 120 മാസത്തെ ഒരു ചിട്ടിയുടെ നറുക്കുണ്ടായിരുന്നു. അതും മാതാവിൻ്റെ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതും ഒരു 11-ാമത്തെ നറുക്ക് ഞങ്ങൾക്ക് വീണ് അങ്ങനെയും മാതാവ് അനുഗ്രഹിച്ചു. അങ്ങനെ ചെറുതും വലുതുമായ ഒത്തിരി കാര്യങ്ങൾ മാതാവ് അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുന്നു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി ഈ അവസരത്തിൽ പറയുന്നു. കുഞ്ഞിനെയും കൊണ്ടുവന്ന് ഇവിടെ സാക്ഷ്യം പറയാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതാ ഇന്നിപ്പം ഇങ്ങനെ ചെയ്തത്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ മോഡ് ഉടമ്പടി തൈലം എല്ലാ ദിവസവും വയറ്റിൽ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ മരുമോനും മോളും തേനും ഉപ്പും ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഈ ആശുപത്രികൾ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി, ഞാൻ ബാലരാമപുരമാണ് എൻ്റെ സ്ഥലം, അവിടെ പോയി ഞാൻ രോഗികളെയൊക്കെ കാണാറുണ്ട്. അവർക്ക് വേണ്ടുന്നതെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ 3-ാമത്തെ ഉടമ്പടി അതിൻ്റേതായ രീതിക്ക് ഞാൻ വലിയ തീക്ഷ്ണതയോടുകൂടി ചെയ്തപ്പോഴാണ് പ്രതീക്ഷിക്കാതെ ഈ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടിയത്. ഞാൻ ഹിന്ദുവാണ്. എനിക്ക് ബൈബിള് വായിക്കാൻ അച്ഛൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ വായിക്കാനായിട്ട് എടുക്കും. പക്ഷേ എനിക്കത് ഒട്ടും മനസ്സിലാകത്തില്ല വായിച്ചാൽ. എന്നാലും ഞാൻ പറ്റും പോലെയൊക്കെ അത് വായിക്കാറുണ്ട്. എന്തെന്ന് അറിഞ്ഞില്ലെങ്കിലും ഞാനത് ചെയ്യാറുണ്ട്. ഈ കൊന്തയുടെ രഹസ്യങ്ങളൊന്നും അറിയില്ലെങ്കിലും നന്മ നിറഞ്ഞ മറിയുമെന്നുള്ള പ്രാർത്ഥനയും ഞാൻ ഈ പ്രാർത്ഥനയുടെ കൂടെയും പറയും. രാത്രി കിടക്കാൻ സമയത്തും എപ്പോഴൊക്കെ സമയം കിട്ടും അപ്പോഴൊക്കെ എൻ്റെ പേഴ്സിൽ കൊന്ത വെച്ചിട്ട് ഞാൻ പറയാറുണ്ട്. അങ്ങനെ 3-ാമത്തെ ഉടമ്പടി വളരെയധികം ഗൗരവത്തോടു കൂടിയാണ് ഞാൻ നടത്തിയെടുത്തത്. അതിൻ്റെ ഫലമായിട്ട് ഇത്രയും അനുഗ്രഹങ്ങൾ മാതാവ് തന്നു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.